അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധമായ ഹദീസിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് കാണാം, ഓരോ ദിവസവും ഒരാള് 33 പ്രാവശ്യം ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ആ മനുഷ്യൻ മരണപ്പെട്ടതു മുതൽ പുനർജന്മ ദിവസം വരെ അഥവാ ഖിയാമത്ത് നാള് വരുന്നത് വരെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളയിലേക്ക് ഇവന്റെ ഖബറിൽ നിന്ന് ഒരു കവാടം തുറക്കപ്പെടുകയും ആ കവാടത്തിലൂടെ മുത്തുനബിയെ എന്നും എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാനുള്ള മഹാഭാഗ്യം അവന് ലഭിക്കുകയും ചെയ്യും എന്ന് മുത്തുനബിയുടെ ഹദീസിൽ കാണാം. മുത്തുനബിയുടെ ഫോട്ടോ കാണുമ്പോൾ എനിക്ക് എണീറ്റ് നിൽക്കാനാണ്, താഴ്ചയിൽ കുഴിക്കണം എന്റെ ഖബർ കുഴിക്കുമ്പോ എന്ന് വസിയ്യത്ത് ചെയ്ത ഇമാമിങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുമ്പോൾ എനിക്ക് എണീറ്റ് നിൽക്കണം, അതിനുള്ള സൗകര്യം എന്റെ ഖബറിൽ ഉണ്ടായിരിക്കണം എന്ന് വസിയ്യത്ത് ചെയ്ത മറ്റു ഇമാമിങ്ങളെയും നമുക്ക് കാണാം. എന്നാൽ ഹബീബായ തങ്ങളെ റൗളയിലേക്ക് ഡയറക്റ്റ് കാണാൻ ഉള്ള ഒരു അവസരം നമുക്ക് മുത്തുനബി തന്നെ തരികയാണ്. എന്താണത്? ഈ സ്വലാത്ത് ചൊല്ലുക എന്നതാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി സ്വലാത്തൻ തകൂനു ലക റിളാഅ വലിഹഖിഹി അദാ. ഈ സ്വലാത്ത് 33 പ്രാവശ്യം എല്ലാ ദിവസവും പതിവാക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.